നമസ്കാരം, കുട്ടികൾക്കും സുഭാഷ് സാറാണ്. +2 റെഗുലർ എക്സാമിന്റെ റിസൾട്ട് ഈ വർഷം വൈകാൻ സാധ്യതയുണ്ട്. പല ക്യാമ്പിലും ഇപ്പോഴും വാല്യുവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ വർഷം മെയ് 9 റിസൾട്ട് +2 വന്നിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെയൊന്നും സാധ്യതയില്ല. മൂന്നാമത്തെ വീക്കിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ തന്നെ പറയുന്നത്. അതിന്റെ കാരണം ഇപ്പം +1 ഇംപ്രൂവ്മെന്റ് ഈ വർഷം കയറി വന്നത് ഇങ്ങനത്തെ ഒരു രീതിയിൽ കൂടെ വന്നതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒന്ന് രണ്ട് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല അഡ്മിഷൻസുകളും പലയിടത്തും ഇപ്പൊ കേരളത്തിലെ മാത്രമല്ല വെളിയിലൊക്കെയുള്ള അഡ്മിഷൻസുകളൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ ലേറ്റ് ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഈ വർഷം ഇത്തിരി ലേറ്റ് ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് മെയ് 4 അന്ന് അവർ പറഞ്ഞു. പക്ഷെ അന്നേരം എല്ലാവരും വിശ്വസിച്ചില്ല അത്രയും ലേറ്റ് ആവുമെന്ന്. അന്നേരം അവർ പറഞ്ഞിരുന്നത് മെയ് 4 ഇപ്പോഴും അതിന് വലിയ മാറ്റം ഇല്ലാതെ തന്നെയാണ് അവർ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉടൻ തന്നെ അറിയിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസമായിട്ടും അത് എത്തിയിട്ടുമില്ല. അപ്പോൾ അതിന്റെ കാരണം നമ്മുടെ സൈറ്റിന്റെ അപ്ഡേഷൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും കാരണങ്ങൾ നമുക്ക് എന്തായാലും ലേറ്റ് ആവുന്നു എന്നുള്ളത് സത്യമുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ റിസൾട്ട് എപ്പോൾ വരുന്നു എല്ലാം നമ്മൾ ഉടൻ അറിയുന്നതിനനുസരിച്ച് നിങ്ങൾ എത്തിച്ചിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പല കാര്യങ്ങളും ഇനി മുന്നോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.